ഹമാസിന്റെ പ്രധാനപ്പെട്ട തലവന്മാരെ വധിച്ച ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോട്ടമിട്ടിരിക്കുന്നത് അവരുടെ ചീഫ് നെഗോഷിയേറ്റർ ആയിട്ടുള്ള ഖലീൽ അൽ ഹയ്യയാണ്. നമുക്കറിയാം, യഹിയ സന്മാറിനെയും അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയെയും ഒക്കെ വധിച്ച അതേ മാർഗത്തിലൂടെ തീർത്ത് കളയാമെന്ന് വിചാരിച്ചെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച നേതാവാണ് ഖലീൽ അൽ ഹയ്യ. ഇപ്പോൾ ഹമാസുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് വരുമ്പോൾ അതിന് മധ്യസ്ഥത വഹിക്കാനും ഖലീൽ അൽ ഹയ്യ വന്നിരുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി. ഇത്രയധികം ശക്തി ഉണ്ടായിട്ടും ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഹമാസിന്റെ പല ഡിമാൻഡുകളും അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തപ്പെട്ടിരിക്കുന്നു. അമേരിക്ക പിന്തുണയുമായി എത്തിയിട്ടുണ്ടെങ്കിലും ഇസ്രായേലിനെ പരിപൂർണമായും ഗാസ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഗാസയിൽ നിന്നും അവരുടെ സൈന്യത്തെ പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയൊന്നും ഹമാസിനെയോ ഹിസ്ബുള്ളയോ അതല്ലെങ്കിൽ ഹൂതി വിമതരെയോ തീർക്കാനോ തകർക്കാനോ ഇസ്രായേലിൽ നിന്നല്ല അമേരിക്കയ്ക്കും കഴിയില്ല. ലോകത്ത് പല ചാലശക്തികളുണ്ട്. ഹമാസിനെയും അതുപോലെ ഹിസ്ബുള്ളയെയും ഹൂതി വിമതരെയും ഒക്കെ സംരക്ഷിക്കുന്ന ചാലകശക്തികളുണ്ട്. അവരുമായി നേർക്കുനേർ യുദ്ധം ചെയ്ത് വിജയിച്ചു കളയാമെന്ന് വിചാരിക്കുന്നത് വെറും പമ്പര വിഡ്ഢിത്തരമാണ്. അവരെയൊക്കെ ഭീകരരായി ചിത്രീകരിച്ച് ആരെയൊക്കെയാണോ ഇസ്രായേലിനെ ഇഷ്ടമല്ലാത്തത്, പ്രത്യേകിച്ച് ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഇസ്ലാമോഫോബിയുമായി നടക്കുന്നവരാണ്. അവർ ഇസ്ലാമിസ്റ്റ് വിരുദ്ധരാണ്. അവരുടെ നയങ്ങൾ കൃത്യമായി ലോകത്തുള്ള ഇസ്ലാമുകളെ തകർക്കുക, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെമ്മാടി രാഷ്ട്രമായാണ് അവരെ കണക്കാക്കുന്നത്. ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ പലസ്തീൻ സ്ഥലം കൊടുത്തതിന് ഇന്നവർ അനുഭവിക്കുകയാണ്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി ഖലീൽ അൽ ഹയ്യ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ഏതൊക്കെ രീതിയിലാണ് ഇനിയും പ്രത്യാക്രമണം നടത്താൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഏറെക്കുറെ ധാരണയുണ്ട്. അവരുടെ ബന്ദികളെ വിട്ടുകിട്ടിയ ആ നിമിഷം മുതൽ തന്നെ അവർ വീണ്ടും ഞെരിപിരി കൊള്ളുകയാണ്. എങ്ങനെയും വീണ്ടും അടുത്ത നിറയൊഴിക്കണം, അടുത്ത ഘട്ടം തുടങ്ങണമെന്നുള്ള രീതി. പക്ഷേ ആ രീതിയിലേക്ക് തുടങ്ങാനാണ് ഭാവമെങ്കിൽ ഹമാസ് ഒറ്റയ്ക്കായിരിക്കില്ല. ഇറാനും ഹിസ്ബുള്ളയും സൗദി വിമതരും ഒറ്റയ്ക്കായിരിക്കില്ല. ഒരു വലിയ രീതിയിലുള്ള കടന്നാക്രമണം അത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഇത് മനസ്സിലാക്കി തന്നെയാണ് നെഗോസിയേഷന് വേണ്ടി ഖലീൽ അൽ ഹയ്യ പോയിരിക്കുന്നത്. മോളെ, ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ, വലിയ ലക്ക. അമ്മേ, കേരളത്തിൽ ഇപ്പൊ വെറും ലക്കല്ല, നന്ദില ജിമാർട്ട് വക്കാലക്ക. നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.